സീസണിന്റെ തുടക്കത്തിൽ ഏറ്റവും കൂടുതൽ ഈ സീസണിൽ ഒരു സാധ്യത കൽപ്പിച്ചിരുന്ന ടീമായിരുന്നു FC ഗോവ എന്നുള്ളതാണ്. പക്ഷേ ആ സാധ്യതയ്ക്കൊത്ത് ആദ്യത്തെ 4 മത്സരങ്ങൾ കഴിയുമ്പോൾ ഗോവയ്ക്ക് ഉയരാനായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് ഉത്തരം. ഇപ്പോൾ 4 മത്സരങ്ങൾ കഴിയുമ്പോൾ 5 പോയിന്റ് അവർക്ക് നേടാൻ സാധിച്ചു. അതിലൊരു വിജയം, 2 സമനില, ഒരു തോൽവി എന്നുള്ളതാണ്. ഇപ്പം പറയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് സമാനമായിട്ടുള്ള പോയിന്റ് തന്നെയാണ് 4 മത്സരങ്ങളിൽ നിന്ന് 5 പോയിന്റ്സ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യം പറഞ്ഞാണല്ലോ, നമ്മൾ ആ അവസാനത്തെ 2 മാച്ച് ആണെങ്കിലും നമ്മൾ ഒരു 3 പോയിന്റ്സ് നേടേണ്ടടുത്ത് നിന്നാണ് ആ 1 പോയിന്റായി മാറിയത് എന്നുള്ള സ്ഥാനത്താണ് പറയുന്നതെങ്കിൽ ഗോവയുടെ കാര്യം എടുക്കുമ്പോഴത്തേക്കും അവരുടെ പ്രകടനത്തിൽ ആ ഒരു ലാസ്റ്റ് സീസണിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ഇതിലേക്ക് വന്നിട്ടില്ല. എന്നാൽ അവർക്കിപ്പം ചില മത്സരങ്ങളിലൊക്കെ ഒരു 1 പോയിന്റെങ്കിലും നേടിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളിടത്താണ് അവർക്ക് ആ ഒരു 5 പോയിന്റ്സ് കിട്ടാനുള്ളൊരു സാഹചര്യത്തിലേക്ക് വന്നത്. സോ അങ്ങനത്തെ അവർക്ക് ആ ഒരു പോയിന്റ്സ് കിട്ടാനുള്ള സാഹചര്യത്തിലേക്ക് വന്നതിൻ്റെ കാര്യം പറയാം. അതിനു മുൻപ് അവരുടെ റിസൾട്ടുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. സീസണിൻ്റെ ആദ്യത്തെ മത്സരം ജംഷഡ്പൂർ എഫ്സിക്കെതിരെയായിരുന്നു. ആ ഒരു മത്സരത്തിൽ ആദ്യ പകുതി എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് കളിച്ചു 1-0 മുന്നിൽ നിന്നെങ്കിലും മത്സരം കഴിയുമ്പം 2-1 പറയുന്നൊരു സ്കോറിൽ തോൽക്കാനായിരുന്നു അവരുടെ വിധി എന്നുള്ളതാണ്. അതിനുശേഷം മുഹമ്മദിനെതിരെ ഒരു 1-1 ഡ്രോ ആണ്. ഈ മത്സരത്തിൽ മുഹമ്മദിന് എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് കളിച്ചു. അവർക്ക് ഫിനിഷ് ചെയ്യാനുള്ള ഒരുപാട് അവസരങ്ങളുണ്ടായിരുന്നു, അതൊന്നും മുതലാക്കാൻ സാധിച്ചില്ല. 90 മിനിറ്റ്സ് കഴിഞ്ഞ ഒരു സാഹചര്യത്തിലാണ് ഗോവയുടെ ആ ഒരു ഈക്വലൈസർ വരുന്നത് എന്നുള്ളതാണ്. സോ ഈസ്റ്റ് ബംഗാളിനെതിരെ നടന്ന മത്സരമാണ് അടുത്തത്. ആ ഒരു മത്സരത്തിൽ 3-2 എന്ന് പറയുന്ന സ്കോറിലാണ് ഈസ്റ്റ് ബംഗാളിനെതിരെ ഗോവയ്ക്ക് ഈ സീസണിൽ ആദ്യത്തെ വിജയം സ്വന്തമാക്കാൻ സാധിച്ചത്. സോ അതിനുശേഷം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ നടന്ന മത്സരത്തിൽ ഒരു 3-3 ഡ്രോ ആയിരുന്നു. ആ ഒരു മത്സരത്തിലേക്ക് വരുന്നൊരു സമയത്ത് അർമാൻഡോ സാദുക്കു എന്ന താരം 90 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒരു ഗോൾ അടിച്ചതാണ് അവർക്ക് ആ ഒരു ഈക്വലൈസർ നേടിയെടുക്കാനായിട്ട് സാധിച്ചത് എന്നുള്ളതാണ്. ആ ഒരു മത്സരത്തിൽ നോർത്ത് ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു അൺലക്കി ആയിരുന്നു. കാരണം അവസാനം വേറെ അവർ പിടിച്ചു നിന്നു. അവസാനം അവരൊരു പ്ലെയർക്ക് ഇഞ്ചറി പറ്റി ലിറ്ററലി അവർ 10 മാൻ എന്ന നിലയിലേക്കായിരുന്നു കളിച്ചിരുന്നത്. സോ ഞാൻ പറഞ്ഞല്ലോ, ഈ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലും അവർക്ക് പോയിന്റ്സ് നേടിയെടുക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അർമാൻഡോ സാദുക്കുവിനെ പോലത്തെ ഒരു ക്ലിനിക്കലായിട്ടുള്ള ഒരു സ്ട്രൈക്കറെ അവർക്ക് ടീമിലെത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. കാരണം 90 മിനിറ്റ് കഴിഞ്ഞ് അടിച്ച 2 ഗോളുകളാണ് അവർക്ക് 2 പോയിന്റ് നേടിയെടുക്കാനായിട്ട് സഹായിച്ചത്. സോ അത് രണ്ടും അർമാൻഡോ സാദുക്കു എന്ന് പറയുന്ന ഒരു താരത്തിൻ്റെ ഫിനിഷിംഗ് ആണ് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ ഈസ്റ്റ് ബംഗാളിനെതിരെ നടന്നിട്ടുള്ളൊരു മത്സരത്തിൽ ബോർഹ എന്ന് പറയുന്ന താരത്തിൻ്റെ ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസ് തീർച്ചയായിട്ടും ഒരു വലിയ ഘടകമായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും. എന്താണ് FC ഗോവയുടെ ഒരു ചലഞ്ച് അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി എന്താണ് അവർ നേരിടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നോവ എന്ന് പറയുന്ന കഴിഞ്ഞ സീസണിൽ അവർക്ക് വേണ്ടി എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഒക്കെ നൽകിയിട്ടുള്ളൊരു പ്ലെയറാണ്. അദ്ദേഹത്തിനൊരു പകരക്കാരൻ എന്ന നിലയിലാണ് ഡ്രാച്ചിച്ച് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലെയറെ കൊണ്ടുവന്നത്. പക്ഷേ ആ പ്ലെയർ സോഫാർ ഇപ്പോൾ ഒരു അസിസ്റ്റ് കോൺട്രിബ്യൂട്ട് ചെയ്തു. പക്ഷേ പെർഫോമൻസ് വൈസ് ആദ്യത്തെ 4 മാച്ചിൽ അത്രയും വലിയൊരു ഒരു പ്രകടനത്തിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അത് നമുക്കറിയാം, യങ് ആണ്, ISL ആദ്യമാണ്, ഇനി ഒരു നല്ല രീതിയിലേക്കൊക്കെ വരാം. അപ്പം അതൊരു ഫാക്ടറാണ്. അതിനോടൊപ്പം തന്നെ ഡിഫൻസിൽ നോക്കിക്കഴിഞ്ഞാൽ സന്ദേശ് ചിങ്കൻ സ്റ്റിൽ തിരിച്ചു വന്നിട്ടില്ല. നിംദോർജിയാണ് ആ ഒരു പൊസിഷനിൽ കളിക്കുന്നത്. ഒഡയോൺ ഇന്ത്യ ഒരു നല്ല സെൻറ്റർ ബാക്ക് തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഒരു ഗ്രേറ്റ് പെർഫോമൻസ് ആണ് നടത്തുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ അദ്ദേഹം ഏജ്ഡായി. ഇതിൻ്റെയൊക്കെ ഒരു ഫാക്ടേഴ്സ് അവിടെ നിലനിൽക്കുന്നു എന്നുള്ളത് ഒട്ടും നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഇക്ക ഗോരക്സേനയും അതുപോലെ മുഹമ്മദ് യാസർ, ഈ താരങ്ങൾ ഇപ്പോഴും ഇഞ്ചറിയിൽ നിന്ന് വിട്ടുമാറിയിട്ട് കളിച്ചിട്ടില്ല എന്നുള്ളതാണ്. സോ ഇവരൊക്കെ തിരിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സ്ക്വാഡായിട്ട് മാറാനുള്ള എല്ലാ സാധ്യതയും നമുക്ക് FC ഗോവയെ പറ്റി പറയാവുന്നതാണ്. പിന്നെ മനോലയുടെ ഒരു കേസാണ്. അദ്ദേഹം ഒരു ഡുവൽ റോളാണ് എടുക്കുന്നത് എന്നുള്ള അറിയാമല്ലോ, FC ഗോവയിലും നാഷണൽ ടീമിൻ്റെയും. സോ സീസൺ തുടങ്ങുന്നതിന് മുമ്പുള്ള ഏറ്റവും വളരെ സുപ്രധാനമായുള്ള 2 ആഴ്ച അദ്ദേഹം നാഷണൽ ടീമിനോടൊപ്പം ആയിരുന്നു എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ ബ്രേക്കിൻ്റെ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ അതിനുശേഷമാണ് അദ്ദേഹം ഈ പറഞ്ഞ 4 മത്സരങ്ങൾ കളിച്ചിട്ടുള്ളത്. സോ ഇനി ഒരു ഗ്യാപ്പാണ് ഇൻ്റർനാഷണൽ ബ്രേക്കിൽ വരാൻ പോകുന്നത്. അദ്ദേഹത്തിന് പ്രിപ്പയർ ആകാനുള്ളൊരു സമയം ഇവിടെയും കിട്ടില്ല. വീണ്ടും അദ്ദേഹം ഈ ഒരു കുറഞ്ഞ ഗ്യാപ്പിൽ അതും വിയറ്റ്നാമിലേക്ക് ട്രാവൽ ചെയ്യുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിനുശേഷം വീണ്ടും തിരിച്ചു വന്ന് ഗോവയുടെ ജോലികളൊക്കെ ഏറ്റെടുക്കും. അപ്പം ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളും ഒരു പക്ഷേ, കാരണം ഡുവൽ റോൾ എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു ജോബ് അല്ല എന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ കുറേയധികം ചെറിയ ചെറിയ ചലഞ്ചുകളുടെയൊക്കെ ഒരു ആകത്തുകയാണ് മോശം സീസണായിട്ട് തുടങ്ങിയത് എന്ന് പറയാൻ സാധിക്കും. പക്ഷേ പ്രകടനം കൊണ്ട് മാത്രമാണ് മോശം. പക്ഷേ അവർക്ക് ആ പോയിന്റ്സ് നേടിയെടുക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഫാക്ടർ തന്നെയാണ്. സോ എങ്ങനെ അവർ ഇനിയുള്ള ബാക്കി മാച്ചസിലൊക്കെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതൊക്കെ നമുക്ക് നോക്കിക്കാണാം. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുമോ? കാണിക്കാൻ സനിയ.